2026 ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32-വിൽ ആഫ്രിക്കൻ സിംഹങ്ങളായ സെനഗലിനോട് 2 ഗോളുകൾക്ക് തോറ്റ് പുറത്താകലിന്റെ വക്കിൽ നിന്ന ബെൽജിയം ഇത് അവസാന നിമിഷങ്ങളിൽ അവിശ്വസനീയമായി തിരിച്ചടിച്ച് പ്രീ ക്വാർട്ടർ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു ബെൽജിയത്തിന്റെ നാടകീയ ജയം. സെനഗലിനോട് 2 ഗോളുകൾക്ക് പിന്നിലായ ശേഷം കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 2 ഗോൾ തിരിച്ചടിച്ച് സമനില പിടിക്കുകയും ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ അവസാന സെക്കൻഡുകളിൽ പെനാൽറ്റിയിലൂടെ യൂറി ടിലമാൻസ് നേടിയ ഗോളാണ് ബെൽജിയത്തിന് വിജയം സമ്മാനിച്ചത്. മത്സരത്തിന് തുടക്കം മുതൽ സാദിയോ മനയും ഇസ്മായിൽ സാറും ചേർന്ന് ബെൽജിയം പ്രതിരോധത്തെ വിറപ്പിച്ചു. തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിൽ ഹബീബ് ഡിയാരയിലൂടെ സെനഗൽ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയിലും ബെൽജിയം പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി മൂസ നിയാഗതയുടെ തകർപ്പൻ ലോങ് പാസ് നെഞ്ചിലൊതുക്കി ഇസ്മായിൽ സാർ സെനഗലിന്റെ 2ാം ഗോളും നേടി. ഇതോടെ ബെൽജിയം ലോകകപ്പിൽ നിന്ന് പുറത്തായി എന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ ബെൽജിയം തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മത്സരത്തിന് അവസാന മിനിറ്റുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ടുകളായി ഇറങ്ങിയ തോമസ് മുനിയേറും റൊമേലു ലുക്കാക്കുവും ചേർന്ന് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ലുക്കാക്കുവിലൂടെ ബെൽജിയം ആദ്യ ഗോൾ മടക്കി കളിയിലേക്ക് തിരിച്ചു വന്നു. തൊട്ടു പിന്നാലെ സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കിയ ലിയാൻഡ്രോ ട്രൊസാർഡിന്റെ ഉഗ്രൻ ഒരു ക്രോസിൽ നിന്നും യൂറി ടിൽമാൻസ് ഒരു തകർപ്പൻ ഹെഡറിലൂടെ ബെൽജിയത്തിന് നാടകീയ സമനില സമ്മാനിച്ചു. ഇതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ ഇരു ടീമുകളും കടുത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചത്. കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മത്സരത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിച്ചത്. എക്സ്ട്രാ ടൈമിന്റെ ഇഞ്ചുറി ടൈമിൽ ബോക്സിനുള്ളിൽ വെച്ച് യൂറി ടിൽമൻസിനെ സെനഗൽ താരം ഫൗൾ ചെയ്തു. റഫറി ആദ്യം പെനാൽറ്റി അനുവദിച്ചില്ലെങ്കിലും കടുത്ത വാർ പരിശോധനയ്ക്കൊടുവിൽ ബെൽജിയത്തിന് അനുകൂലമായി പെനാൽറ്റി വിധിക്കപ്പെട്ടു. കടുത്ത സമ്മർദ്ദത്തിലും കിക്കെടുത്ത ടിൽമൻസ് പന്ത് ലക്ഷ്യത്തിലെത്തിച്ച് സെനഗലിന്റെ നെഞ്ച് തകർത്ത് ബെൽജിയത്തിന് 3-2 അവിശ്വസനീയ വിജയം സമ്മാനിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.